ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിന് സംസ്ഥാന സർക്കാരിന്റെ ആദരം. വാനോളം മലയാളം ലാൽ സലാം എന്ന പേരിൽ ഇന്ന് വൈകിട്ട് 5-ന് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിക്കും. വിവരങ്ങൾ നൽകാൻ ചന്തു ചന്ദ്രശേഖരുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ചന്തു, കേരളത്തിന്റെ മൊത്തം ആദരമാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രിയപ്പെട്ട ലാലേട്ടന് നൽകാൻ പോകുന്നത്. അവിടുത്തെ ഒരുക്കങ്ങൾ, ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? വിശിഷ്ട അതിഥികൾ ആരൊക്കെയായിരിക്കും? അരുണ്യ, വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ മോഹൻലാലിന് ആദരമർപ്പിക്കുന്ന ഈ ചടങ്ങ് നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിനെ ആദരിക്കും. ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അല്പസമയം മുൻപ് ഇവിടെ എത്തി ഈ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു. 10,000-ലധികം ആൾക്കാർ പങ്കെടുക്കുന്നതിനുള്ള ഒരു പടുകൂറ്റൻ വേദിയാണ് ഇവിടെ സജ്ജമായിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ വളരെ വർണ്ണാഭമായ ഒരു വേദിയാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി എത്തിയതിന് ശേഷമായിരിക്കും ഈ ചടങ്ങുകൾ കൃത്യമായി ആരംഭിക്കുക. അത് മാത്രമല്ല, മോഹൻലാലിനെ ആദരമർപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ഗാനങ്ങൾ ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് രാഗം മോഹനം എന്ന പേരിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അത് MG ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലാണ് അത്തരത്തിലൊരു പരിപാടി പ്രധാനമായും സംഘടിപ്പിക്കുന്നത്. മോഹൻലാലിൻ്റെ നമുക്കറിയാം, വാനപ്രസ്ഥത്തിലൊക്കെ കഥകളി ഒക്കെ അവതരിപ്പിച്ച് വളരെ മികച്ച അഭിനയം കാഴ്ചവെച്ച് ദേശീയ തലത്തിലൊക്കെ പുരസ്കാരം നേടിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അനുസ്മരിപ്പിച്ചുകൊണ്ട് തിരനോട്ടം എന്ന പരിപാടി സുബ്രഹ്മണ്യൻ ആശാന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും വലിയ വർണ്ണാഭമായ പരിപാടിയാണ്. ഒരുക്കങ്ങൾ ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ആ ഒരുക്കങ്ങളുടെ വിലയിരുത്തലും ഇപ്പോൾ മന്ത്രി തന്നെ നേരിട്ടെത്തി നടത്തിയിട്ടുണ്ട്. 10,000-ലധികം ആൾക്കാർ ഈ വേദിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മഴ കറുത്തു നിൽക്കുന്ന ഒരു ആകാശമാണ് ഇപ്പോൾ ഇവിടെ. അത് ഒരു ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും ഒരു വലിയ പന്തൽ, ഏകദേശം ഇത്ര ആൾക്കാർക്ക് തന്നെ ഇരിക്കാൻ കഴിയുന്ന ഒരു വലിയ പന്തൽ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും ഒരുക്കങ്ങൾ പൂർത്തിയായി. മുഖ്യമന്ത്രി എത്തി വൈകിട്ട് 5 മണിക്ക് തന്നെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ മോഹൻലാലിനെ ആദരിക്കുന്ന ചടങ്ങ് ആരംഭിക്കും. ശരി, ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങൾ നൽകിയത്.